Dear students, in the economics in the first chapter, this chapter we are going to discuss to the fundamentals of economics, some basic definitions and the scope like. So let's go through it. Okay. Okay, so here we start with the fundamentals of economics and management, and here the first chapter begins with the definition and the scope of economics. So here the question arises, what is economics? So see, എന്താണ് economics എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഇതാണ്. Economics is one of the social science. It should be borne in mind that economics is fundamentally one of the social science. ഇതൊരു സാമൂഹ്യ ശാസ്ത്രമാണ്. മറ്റു സയൻസിൽ നിന്ന് ഇപ്പോൾ പോസിറ്റീവ് സയൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു സോഷ്യൽ സയൻസ് ആണ്. അതായത് സാമൂഹ്യ ശാസ്ത്രവും പോസിറ്റീവ് സയൻസും തമ്മിലുള്ള വ്യത്യാസം, സോഷ്യൽ സയൻസിൽ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ടാകും, പോസിറ്റീവ് സയൻസിൽ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ടാകില്ല. മിക്കവാറും പോസിറ്റീവ് സയൻസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വാട്ട് ഈസ്, വാട്ട് വാസ്, വാട്ട് വിൽ ബി എന്നിങ്ങനെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനാണ് പോസിറ്റീവ് സയൻസ് ശ്രമിക്കുന്നത്. അവിടെ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഇല്ല, ഒരു മൂല്യവിചാരമില്ല. എന്നാൽ ഒരു സോഷ്യൽ സയൻസിൽ പലപ്പോഴും ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ വാട്ട് വിൽ ബി എന്നുള്ള ചോദ്യത്തിന് പകരമായിട്ട് ഇവിടെ വരാവുന്നൊരു ചോദ്യം വാട്ട് ഓട്ട് ടു ബി എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്ന് വെച്ചാൽ എന്താകണമായിരുന്നു, അവിടെ ഒരു മൂല്യവിചാരമുണ്ട്. അതുകൊണ്ടാണ് ഫണ്ടമെന്റലി നമ്മൾ പറയുന്നത് ഇക്കണോമിക്സ് ഈസ് വൺ ഓഫ് ദ സോഷ്യൽ സയൻസ് ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് മാൻ. ഇത് മനുഷ്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് വിശദീകരിക്കുന്നത്. എനി ആക്ടിവിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ഏർണിംഗ് ഓഫ് ദ മണി ആൻഡ് സ്പെൻഡിങ് ഓഫ് ദ മണി ഈസ് കോൾഡ് ഇക്കണോമിക് ആക്ടിവിറ്റി. പണം നേടുന്നതും അതേപോലെ പണം ചെലവഴിക്കുന്നതുമായുള്ള ഏതൊരു പ്രവൃത്തിയെയും നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അഥവാ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. മിക്കവാറും എല്ലാ ആളുകളും തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ബിക്കോസ് ദേ വാണ്ട് ടു ഏൺ ദ മണി. കാരണം എല്ലാവർക്കും പണം നേടേണ്ടത് ആവശ്യമാണ്. The main economic problem is to transform society's resources into consumable commodities by using productive technology. നിലവിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ഉൽപാദനക്ഷമമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൊസൈറ്റിയുടെ കൈവശമുള്ള, സമൂഹത്തിന്റെ കൈവശമുള്ള റിസോഴ്സിനെ, വിഭവങ്ങളെ കൺസ്യൂമബിൾ കമ്മോഡിറ്റീസ് ആയിട്ട്, ഉപഭോഗക്ഷമമായ അല്ലെങ്കിൽ ഉപഭോഗത്തിന് പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക, മാറ്റം വരുത്തുകയാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരു പ്രശ്നം, ഒരു സാമ്പത്തിക പ്രശ്നമായിട്ട് ഇവിടെ വരുന്നത്. ഇറ്റ് ഈസ് എ പ്രോബ്ലം ബിക്കോസ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് സൊസൈറ്റീസ് റിസോഴ്സ് ആർ ലിമിറ്റഡ്. ഇതൊരു യഥാർത്ഥത്തിൽ ഒരു പ്രോബ്ലം തന്നെയാണ്, ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ഇൻ നേച്ചർ. മനുഷ്യന്റെ ആവശ്യങ്ങൾ എണ്ണമറ്റതാണ്. ഒരു കടലിലെ തിരമാലകളെ പോലെ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ എണ്ണമറ്റതാണ്. ആൻഡ് സൊസൈറ്റീസ് റിസോഴ്സ് ആർ ലിമിറ്റഡ്. പക്ഷേ ഈ റിസോഴ്സ് അത് പരിമിതവുമാണ്. അപ്പോൾ ഒരേ സമയം മനുഷ്യന്റെ ആവശ്യങ്ങൾ എണ്ണമറ്റതാണ്, അതോടൊപ്പം തന്നെ വിഭവങ്ങൾ പരിമിതവുമാണ്. നമ്മൾ പറഞ്ഞു
It explains about the economic activities of a man. Any activity which is related to earning of the money and spending of the money is called economic activity. Almost all people are engaged in economic activities because they want to earn the money. The main economic problem is to transform society's resource into consumable commodities by using productive technology. So it is a problem because human wants are unlimited and society's resources are limited. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. So the central task of economics is to decide how much of which commodities are to be produced for the optimum satisfaction of human wants. അതുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ പരമാവധി സംതൃപ്തപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ഉൽപ്പന്നങ്ങളാണ്, സാധനങ്ങളാണ്, കമ്മോഡിറ്റീസ് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതെന്ന് തീരുമാനിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ടാസ്ക്. ഒരു കേന്ദ്ര പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇതാണ്. അതായത് ഒരു കേന്ദ്ര പ്രശ്നമായിട്ട് ഇക്കണോമിക്സിൽ നിൽക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ഒരു ഒപ്റ്റിമം സാറ്റിസ്ഫാക്ഷൻ, ഒപ്റ്റിമം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് മാക്സിമം കഴിയാവുന്നത്ര, അതായത് നിലവിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എത്രത്തോളം സാറ്റിസ്ഫാക്ഷനിൽ കൊണ്ടുവരാൻ കഴിയും, അതിന് സാധ്യമായിട്ടുള്ള എത്രത്തോളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കലാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. Then comes the subject matter of economics. ഇക്കണോമിക്സിൻ്റെ ഒരു സബ്ജക്ട് മാറ്റർ എന്താണെന്ന് നമ്മൾ നോക്കുന്നു. ഇവിടെ പറയുന്നു, ഇൻ ഇക്കണോമിക്സ് എ വാണ്ട് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഡിസൈഡ്. വാണ്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. ഇവിടെ വാണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് ഇക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ പറയുന്നു വാണ്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ആരംഭ ബിന്ദുവാണ് വാണ്ട് അഥവാ മനുഷ്യാവശ്യം എന്നുള്ളത്. വാണ്ട്സ് ലീഡ്സ് ടു എഫേർട്സ്. ഒരാവശ്യം നമ്മളെ പ്രയത്നത്തിലേക്ക് നയിക്കുന്നു. ഒരാവശ്യം വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആവശ്യമാണ് ഒരു എഫേർട്ടിലേക്ക്, ഒരു പ്രയത്നത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആൻഡ് എഫേർട്ട് ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. ഒരു പ്രയത്നമാണ് നമ്മളെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നത്. അതായത് സംതൃപ്തിക്ക് കാരണമാകുന്ന ഒരു ആവശ്യത്തെ നിറവേറ്റുമ്പോഴാണ് സംതൃപ്തമാകുന്നത്. ആ ആവശ്യത്തെ നിറവേറ്റുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലൂടെയാണ്. സോ വാണ്ട്സ്, എഫേർട്ട്, സാറ്റിസ്ഫാക്ഷൻ, ഈ മൂന്നെണ്ണമാണ് ക്രമമായിട്ട് വരുന്നത്. ഒന്ന് വാണ്ട്സ് ഉണ്ടാകുന്നു, ഒരു ആവശ്യം ഉണ്ടാകുന്നു, അതിനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ആ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഒരു സംതൃപ്തിയും ഉണ്ടാകുന്നു. ദിസ് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇക്കണോമിക്സ്. അപ്പോൾ ഇക്കണോമിക്സിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഇതാണ്. വാണ്ട്സ് ലീഡ്സ് ടു എഫേർട്സ്, എഫേർട്സ് ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. ആവശ്യം പ്രയത്നത്തിലേക്കും, പ്രയത്നം സംതൃപ്തിയിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ്. ദിസ് സബ്ജക്ട് മാറ്റർ ഓഫ് ഇക്കണോമിക്സ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. ഈ സബ്ജക്ട് മാറ്ററിനെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് വേർതിരിക്കാം. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ എക്സ്ചേഞ്ച്, നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ, അനദർ വൺ ഈസ് ദ കൺസംഷൻ. നിങ്ങൾക്കറിയാം, പ്രൊഡക്ഷൻ ഉൽപാദനമാണ്. എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തെ, അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. എക്സ്ചേഞ്ച് കൈമാറ്റം ചെയ്യലാണ്, ഡിസ്ട്രിബ്യൂഷൻ വിതരണമാണ്, കൺസംഷൻ ഉപഭോഗമാണ്. കൺസംഷൻ മീൻസ് ഉപഭോഗം. ഇനി പ്രൊഡക്ഷനെ കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇൻ ഇക്കണോമിക്സ് പ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ യൂസിങ് റിസോഴ്സസ്. കൈവശമുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തെയാണ് ഇക്കണോമിക്സിൽ പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കയ്യിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നോട്ട് ഓൺലി ഗുഡ്സ് ബട്ട് സർവീസസ് ഓൾസോ. സോ ഇൻ ഇക്കണോമിക്സ് ദ കമ്മോഡിറ്റി മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും മെറ്റീരിയൽ ഗുഡ്സും അതേപോലെ തന്നെ സേവനങ്ങൾ. ഇപ്പോൾ ബാങ്കിങ് സേവനമാണ്, ഒരു ടീച്ചറുടെ സേവനമാണ്, ഒരു അഡ്വക്കേറ്റിൻ്റെ സേവനമാണ്, ഒരു ഡോക്ടറുടെ സേവനങ്ങളാണ്. അപ്പോൾ കൈവശം ഇരിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തെയാണ്, ആ ക്രിയേഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ടു ചേഞ്ച് ദ റോ മെറ്റീരിയൽസ് ഇൻ ടു ഫൈനൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിനെ, അസംസ്കൃത വസ്തുക്കളെ അന്തിമ വസ്തുക്കൾ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പരിപൂർണമായിട്ടും ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ
ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് സാധാരണഗതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ദ ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയും. ഒരു എക്സാമ്പിളായിട്ട്, ജസ്റ്റ് ലൈക്ക് എ ഫൺ, ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ നമ്മൾ പുട്ടുണ്ടാക്കും. പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ ഇടുന്നത് അരിപ്പൊടിയും തേങ്ങയും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ആ മിശ്രിതം നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇടുകയാണ്. അതിന് നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് എന്ന് പറയാം. അതിനെ ആവിയിൽ വേവിച്ച് പുറത്തേക്ക് കുത്തിയെടുക്കുന്നത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഇൻപുട്ടിനെ ഈ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുക. അതായത് നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇട്ടത് റോ മെറ്റീരിയൽസ് ആണ്, അതിനെ ഫിനിഷ്ഡ് ഗുഡായ പുട്ടായിട്ട് മാറ്റുന്നു. ആ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് നമ്മൾ പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. ഇത് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത നിർമ്മിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാം. അതായത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. ഒരു വസ്തുവിന് ഉപയുക്തത ഉണ്ടാക്കലാണ് യൂട്ടിലിറ്റി. ഉപയുക്തത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ കൈവശം ഇരിക്കുന്ന ഗോതമ്പ്, ധാന്യമായിട്ടുള്ള ഗോതമ്പ്, അതിന് പ്രത്യേകിച്ച് യൂട്ടിലിറ്റി ഒന്നുമില്ല. പക്ഷെ അത് പൊടിച്ച മാവാക്കുകയും അതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുമ്പോഴേക്കും ആ ഗോതമ്പിന് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഗോതമ്പ് എന്ന റോ മെറ്റീരിയലിനെ നമ്മൾ ബ്രെഡാക്കി ട്രാൻസ്ഫോം ചെയ്യുമ്പോഴേക്കും ഇവിടെ യൂട്ടിലിറ്റിയുടെ ക്രിയേഷൻ വരുന്നുണ്ട്. ഒരു കഷ്ണം തടി ഒരു ഫർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും യൂട്ടിലിറ്റി ക്രിയേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ നമുക്ക് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തതയുടെ നിർമ്മിതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ടു പ്രൊഡ്യൂസ് എനിത്തിങ് സോ മെനി ഫാക്ടേഴ്സ് ആർ എസെൻഷ്യൽ. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് പല ഘടകങ്ങളും ആവശ്യമായിട്ട് വരാം. ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. അപ്പം അങ്ങനെ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടക പദാർത്ഥങ്ങളെയും നമുക്ക് 4 ഗ്രൂപ്പിലായിട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ കഴിയും. അവ ഒന്ന് ലാൻഡ്. ലാൻഡ് എന്ന് പറയുന്നത് ഭൂമി എന്ന് നമ്മൾ പൊതുവെ പറയും. ഭൂമി എന്ന് പറയുമ്പോൾ ഇവിടെ കരപ്രദേശം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഓൾ ദ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ഹിയർ ഈസ് കൺസിഡേർഡ് ആസ് ലാൻഡ്. ഇവിടെ പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ലാൻഡ് സാധാരണഗതിയിൽ പറയുന്ന ലാൻഡ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഒരു സൗജന്യ വരദാനമാണ് ഭൂമി എന്ന് പറയും. അപ്പം അങ്ങനെ ഇവിടെ കിട്ടിയിട്ടുള്ള മുഴുവൻ പ്രകൃതിദത്തമായിട്ടുള്ള വിഭവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ലാൻഡിൽ ഈ കരഭൂമിയുണ്ട്, കടലുണ്ട്, വനപ്രദേശങ്ങളുണ്ട്, ഖനികളുണ്ട്, അങ്ങനെയുള്ള എല്ലാ പ്രകൃതിദത്ത വിഭവങ്ങളും ഉൾപ്പെടുത്തിയതാണ് ലാൻഡ്. ദെൻ കംസ് ദ ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ all the mental or physical efforts for a monetary reward. ഒരു സാമ്പത്തിക പ്രതിഫലത്തിന് വേണ്ടിയിട്ടുള്ള ശാരീരികമോ മാനസികമായിട്ടുള്ള ഏതൊരു അധ്വാനത്തെയും നമുക്ക് ലേബർ എന്ന് പറയാം. ഇപ്പോൾ ഒരു വ്യക്തി ശാരീരികമായിട്ട് അധ്വാനിക്കുന്നു പണത്തിന് വേണ്ടി, വേതനത്തിന് വേണ്ടിയിട്ട്, അത് ലേബറാണ്. പണത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി പാടുന്നു, ആ പാട്ട് ഒരു ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവിടെ ഒരു സാമ്പത്തിക പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിഫലം അതിനുണ്ട്. അതുകൊണ്ട് യേശുദാസോ ജയേന്ദ്രനോ പാടുമ്പോൾ ഇറ്റ് ഈസ് എ ലേബർ, ദേ ഗെറ്റ് വേജസ്. അപ്പോൾ മാനസികമായതാണ്. ഒരു ഡോക്ടർ മാനസിക അധ്വാനമായിരിക്കാം കൂടുതൽ എടുക്കുന്നത്, ഒരു ലോയർ മാനസിക അധ്വാനമായിരിക്കാം കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അധ്വാനവും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു സാമ്പത്തിക പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചെയ്യുന്ന എല്ലാ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ലേബർ എന്ന് പറയാം. ദെൻ കംസ് ദ ക്യാപിറ്റൽ, മൂലധനം. ക്യാപിറ്റൽ എന്നുള്ളത് മാൻ മെയ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. ഭാവിയിലെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം. അവിടെ ക്യാപിറ്റൽ ഒരേ സമയത്ത് തന്നെ ചില പ്രോഡക്റ്റുകൾ കൺസ്യൂമർ ഗുഡും ക്യാപിറ്റൽ ഗുഡുമായി മാറാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വ്യക്തി ഒരു കാറ് വാങ്ങുമ്പോഴേക്കും അത് കൺസ്യൂമർ ഗുഡാണ്, കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അതേസമയം ഒരു ടാക്സി ഡ്രൈവർ ഈ കാർ വാങ്ങുമ്പോൾ അദ്ദേഹം അത് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങുന്നത്. സോ ഇറ്റ് കംസ് ആസ് എ ക്യാപിറ്റൽ ഗുഡ്. അപ്പോൾ അത് ക്യാപിറ്റൽ ഗുഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഫർണിച്ചർ വീട്ടിലേക്ക് വാങ്ങുമ്പോഴേക്കും കൺസ്യൂമർ ഗുഡാണ്. അതേസമയം ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഉൽപാദനം നടക്കുന്ന ഫേമിൽ വാങ്ങുമ്പോഴേക്കും അത് ക്യാപിറ്റൽ ഗുഡായിട്ട് മാറും.
ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരേ സമയം തന്നെ ഒരു വസ്തു ക്യാപിറ്റൽ ഗുഡും ആകാം, കൺസ്യൂമർ ഗുഡും ആകും. ക്യാപിറ്റൽ ഗുഡ് ആകുന്നത് എപ്പോഴാണ്? മാൻമെയ്ഡ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം നിർബന്ധമായിട്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വസ്തു ക്യാപിറ്റൽ ഗുഡ് ആകില്ല. മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു അത് ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ, പിന്നീടുള്ള ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ മൂലധനം എന്ന് പറയുന്നു. ക്ലിയർ? ദെൻ കംസ് ഓർഗനൈസേഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നുള്ള 3 ഉൽപാദന ഘടകങ്ങളെയും കൂടി ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഉൽപാദനം നടത്തുന്ന വ്യക്തിയാണ് നമ്മൾ ഓർഗനൈസർ എന്ന് പറയും, സംഘാടകൻ എന്ന് മലയാളത്തിൽ പറയും. അദ്ദേഹത്തിന് ഇതിന് പ്രതിഫലമായിട്ട് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. റൈറ്റ്? ദെൻ അടുത്തത് ടെക്നിക് ആൻഡ് ടെക്നോളജി. ഈ 2 ടേമുകൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. Technique is defined as the ratio in which the inputs are combined together to produce 1 unit of the product. ഒരു ഉൽപ്പന്നത്തിന്റെ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഇൻപുട്ടുകൾ, റോ മെറ്റീരിയൽസ് നമ്മൾ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഈ അനുപാതത്തെയാണ് നമ്മൾ ആ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഉൽപാദന ഘടകങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക റേഷ്യോയിൽ, ഒരു അനുപാതത്തിൽ കമ്പൈൻ ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. ഇതിനെ നമ്മൾ ഒരു ടെക്നിക്ക് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറയുന്നു, ഇഫ് ക്യാപിറ്റൽ, ദാറ്റ് ഇസ് കെ, ആൻഡ് ലേബർ, എൽ, are used in the production process, and if 1 unit of capital is combined with 2 units of labor to produce 1 unit of the product, then K is to L. That means capital is to labor is equal to 1:2 will be called the technique of production. ഒരു യൂണിറ്റ് വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപിറ്റലും ആവശ്യമാണ്, ലേബറും ആവശ്യമാണ്. ക്യാപിറ്റലിനെ ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ട്, ലേബറിനെ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഇതിന്റെ പ്രപ്പോർഷൻ, അനുപാതം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതായത് 1 യൂണിറ്റ് ക്യാപിറ്റലും 2 യൂണിറ്റ് ലേബറും നമ്മൾ ഉപയോഗിക്കുന്നു. ഇതൊരു പ്രൊഡക്ഷൻ ടെക്നിക്കാണ്. സപ്പോസ് വി നോ 2 more techniques of production. ഇനി നമുക്ക് ഇത് കൂടാതെ, ഈ ഒരു ടെക്നിക്ക് കൂടാതെ 2 ടെക്നിക്കുകൾ കൂടി കൂടുതലായിട്ട് അറിയാമെന്ന് സങ്കല്പിക്കുന്നു. ഉദാഹരണമായിട്ട് ക്യാപിറ്റൽ ലേബർ റേഷ്യോ 2:3 എന്നൊരു ടെക്നിക്ക് കൂടി അറിയാം നമുക്ക്. അതായത് 2 ക്യാപിറ്റലും 3 യൂണിറ്റ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ വേറെ ടെക്നിക്ക് കൂടി, മൂന്നാമതൊരു ടെക്നിക്ക് നമുക്കറിയാം. അവിടെ 3 യൂണിറ്റ് ക്യാപിറ്റലും 4 യൂണിറ്റ് ലേബർ ഉപയോഗിക്കാം. അപ്പോൾ 3 ടെക്നിക്കുകൾ നമുക്കറിയാം. ഒന്നാമത്തെ ടെക്നിക്ക് ക്യാപിറ്റൽ ലേബർ റേഷ്യോ 1:2 ആണ്. രണ്ടാമത്തെ ടെക്നിക്ക് 2:3 ആണ്. മൂന്നാമത്തെ ടെക്നിക്ക് 3:4 ആണ്. Then we know the technology which is nothing but the spectrum of all available techniques. ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ലഭ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്കുകളുടെയും കൂടി സ്പെക്ട്രത്തെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയും. അതായത് വ്യത്യസ്ത ടെക്നിക്കുകൾ ഇവിടെ ഉണ്ട്. ആ ടെക്നിക്കുകളെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുള്ള അവസ്ഥയാണ് നമ്മൾ അതിൻ്റെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത്. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ here the knowledge of the 3 available techniques, that is capital labor ratio is equal to 1:2, again 2:3 and 3:4 will form the technology. ഈ 3 ടെക്നിക്കുകളും കൂടി ഒരുമിച്ച് ചേരുമ്പോഴേക്കും ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ടെക്നോളജിയായി. ആ ടെക്നോളജിയിൽ വ്യത്യസ്ത കോമ്പിനേഷൻസ് ഉണ്ട്, വ്യത്യസ്ത ടെക്നിക്കുകളുണ്ട്. അതെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. ഹിയർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടെക്നിക് ആൻഡ് ടെക്നോളജി. ദെൻ അടുത്തത് എക്സ്ചേഞ്ച് ആണ്. ഇറ്റ് മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ദ ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് ഒരു വസ്തു മീൻസ് ഗുഡ്സ് ആകാം, സർവീസ് ആകാം, ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഗുഡ്സ് വെർ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്. ഒരു കാലഘട്ടത്തിൽ സാധനങ്ങൾക്ക് പകരം കൈമാറ്റം ചെയ്തിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് ബാർട്ടർ സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം, ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞിരുന്നത്. ടു ഓവർകം ദ ഇൻകൺവീനിയൻസ് ഇൻ ദ ബാർട്ടർ സിസ്റ്റം മണി വാസ് ഇൻവെന്റഡ്. ഈ കൈമാറ്റ സമ്പ്രദായത്തിന്റെ അസൗകര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണം കണ്ടെത്തിയത്. പണത്തിന്റെ ഇൻവെൻഷന്റെ പ്രധാന കാരണം ഇതായിരുന്നു, ടു അവോയ്ഡ് ദ ഇൻകൺവീനിയൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം.
Now the goods are exchanged for money. ഇന്ന് സാധനങ്ങൾ പണത്തിന് പകരമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ മണി. ഇവിടെ പണത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴേക്കും അവിടുത്തെ പ്രധാനമായിട്ടുണ്ടാകേണ്ട ഒരു എലമെന്റ് ആണ് പ്രൈസ്. വിലയെന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം. എല്ലാ വസ്തുക്കളുടെയും മൂല്യത്തെ നമ്മൾ പ്രൈസ് കൊണ്ടാണെന്ന് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രൈസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ in the case of exchange of goods for money, right? Then comes the distribution. Distribution means sharing of the income among the factors of production. നമുക്കറിയാം, നമ്മൾ 4 ഉൽപാദന ഘടകങ്ങൾ കണ്ടു: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വരുമാനം ഈ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് എങ്ങനെയാണ് വീതിച്ച് നൽകുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. The total income which is generated by selling of these goods and services in the market must be distributed among the factors of production in the form of rent, wages, interest and profits. ഇവിടെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വിൽക്കുമ്പോഴേക്കും രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഈ വരുമാനം മുഴുവൻ ആ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് എന്ന് പറഞ്ഞാൽ ലാൻഡിന്റെ ഉടമസ്ഥർക്ക് റെന്റ് അഥവാ പാട്ടമായിട്ട് നൽകണം, തൊഴിലാളികൾക്ക് വേജസ് ആയിട്ട് വേതനമായിട്ട് നൽകണം, അതിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇൻട്രസ്റ്റ് പലിശയായിട്ട് നൽകണം, അതിന്റെ ഓർഗനൈസേഴ്സിന് തീർച്ചയായിട്ടും അതിന്റെ പ്രോഫിറ്റ് അഥവാ ലാഭവും ലഭിക്കണം. ഇങ്ങനെ ഈ 4 ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് സമ്പദ് വ്യവസ്ഥയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വരുമാനം വീതിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. There are 2 types of distribution. 2 തരം ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. One is the micro distribution and another one is the macro distribution. മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ വിതരണം, മാക്രോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്ഥൂലമായ വിതരണം. 2 കൺസെപ്റ്റുകളാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. First one, micro distribution. Micro distribution is nothing but pricing of factors of production. ഉൽപാദന ഘടകങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ അഥവാ സൂക്ഷ്മ വിതരണം എന്ന് പറയുന്നത്. It means it explains how the price rent per unit of land is determined. ഇതിന്റെ അർത്ഥം, ഇത് വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലാൻഡിന് എത്രത്തോളം റെന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം റെന്റാണ് പാട്ടമാണ് നമ്മൾ കൊടുക്കാനായിട്ട് നിർണയിച്ചിരിക്കുന്നത്. ഇൻ ദ സെയിം വേ, അതേപോലെ തന്നെ ഹൗ ദ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ലേബർ, ഒരു തൊഴിലാളിക്ക് എത്ര വേതനം കൊടുക്കണം, ആൻഡ് ക്യാപിറ്റലിന് എത്രത്തോളം പലിശ കൊടുക്കണം, ഒരു ഓർഗനൈസർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ലഭിക്കണം. ഇങ്ങനെ ഇത്തരം ചർച്ചകളാണ് ഈ മൈക്രോ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോഴേക്കും അതിൽ എൻഗേജ് ചെയ്യുന്ന ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക്, അതായത് ലാൻഡിന് എത്ര റെന്റ്, ലേബറിന് എത്ര വേജ്, ക്യാപിറ്റലിന് എത്ര ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് എത്ര പ്രോഫിറ്റ് എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, മോഡേൺ തിയറി ഓഫ് റെന്റ്, ഡിഫറെന്റ് വേജസ് തിയറീസ്, ഇൻട്രസ്റ്റ് തിയറീസ്, പ്രോഫിറ്റ് തിയറീസ് എക്സെട്ര ആർ ഡിസ്കസ്ഡ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന തിയറികൾ, സിദ്ധാന്തങ്ങൾ ഇതാണ്. ഡേവിഡ് റിക്കാർഡോയുടെ തിയറി ഓഫ് റെന്റ്. ആദ്യമായിട്ട് റെന്റിനെ കുറിച്ച് അല്ലെ പാട്ടത്തെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിദ്ധാന്തം ആദ്യമായിട്ട് ഇക്കണോമിക്സിൽ അവതരിപ്പിക്കുന്നത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയ ഡേവിഡ് റിക്കാർഡോയാണ്. ആ ഡേവിഡ് റിക്കാർഡോയുടെ തിയറിയാണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എന്ന് പറയുന്നത്. പിന്നെ മോഡേൺ തിയറി ഓഫ് റെന്റ് ഉണ്ട്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കുറച്ചുകൂടി ആധുനികമായ, കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആയ തിയറി അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് മോഡേൺ തിയറി ഓഫ് റെന്റ്. പിന്നെ ഡിഫറെന്റ് വേജ് തിയറീസ് ഉണ്ട്. എങ്ങനെയാണ് വേതനം നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള തിയറീസ് ഉണ്ട്. ആ തിയറികളും വേതന സിദ്ധാന്തങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഇൻട്രസ്റ്റ് തിയറീസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള പലിശയെ കുറിച്ചുള്ള തിയറി ഉണ്ട്. പിന്നെ പ്രോഫിറ്റ് തിയറി ഉണ്ട്, റിസ്ക് ബെയറിംഗ് തിയറി, ഇന്നോവേഷൻ തിയറി, അൺസർട്ടനിറ്റി തിയറി, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഫിറ്റ് തിയറീസിനെ കുറിച്ചും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്നർത്ഥം. Then macro distribution. Macro distribution means
ഷെയറിംഗ് ഓഫ് ദ ടോട്ടൽ നാഷണൽ ഇൻകം എമംഗ് ദ ടോട്ടൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മൊത്തം ഒരു രാജ്യത്തുണ്ടാകുന്ന ദേശീയ വരുമാനം ആ രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾക്ക് എങ്ങനെ വീതിച്ചു നൽകുന്നു. അതായത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപരമായ മൂല്യമാണ്. ഈ ദേശീയ വരുമാനം അവിടെയുള്ള ഉൽപാദന ഘടകങ്ങൾക്ക്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എന്നീ ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് എങ്ങനെ വീതിച്ചു നൽകുന്നു എന്ന വിഷയമാണ് മാക്രോ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഇറ്റ് മീൻസ് we came to know whether the income is distributed properly or not properly among the people in the society. ഈ ഒരു പ്രശ്നം അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും യഥാർത്ഥത്തിൽ ഒരു പ്രോപ്പറായിട്ടാണോ, അതായത് ശരിയായ രീതിയിലാണോ അല്ലാതെയാണോ ഈ വരുമാനം വിതരണം ചെയ്യപ്പെടുന്നത് എന്ന ഒരു പഠനം ആയി മാറുന്നു ഇത് മാക്രോ ഡിസ്ട്രിബ്യൂഷൻ. മോഡേൺ ഇക്കണോമിക്സ് എക്സ്റ്റെൻഡഡ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇക്കണോമിക്സ്. ആധുനിക ധനതത്വ ശാസ്ത്രജ്ഞന്മാര്, ഇക്കണോമിസ്റ്റുകൾ ഈ ഇക്കണോമിക്സിന്റെ സബ്ജക്ട് മാറ്ററിനെ കുറച്ചുകൂടി വിപുലമാക്കിയിട്ടുണ്ട്, ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദേ ആഡഡ് സം അതർ കോൺസെപ്റ്റ് ടു ദ ഇക്കണോമിക്സ്. ചില പുതിയ ആശയങ്ങൾ കൂടി ഇവർ ഇക്കണോമിക്സിലേക്ക് കൊണ്ടുവരുന്നു. അവ ഇതൊക്കെയാണ്: എംപ്ലോയ്മെന്റ്, മൊത്തം തൊഴിൽ, ഇൻകം, വരുമാനം, പ്ലാനിംഗ്, പദ്ധതി, ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം, ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം. അപ്പോൾ ആധുനികമായ ഇക്കണോമിക്സിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ് എംപ്ലോയ്മെന്റ്, ഇൻകം, പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ദെൻ eventually the international trade. Okay. Then consumption എന്നുള്ളത് ഉപഭോഗം എന്നുള്ളത് ഒരു വസ്തുവിന്റെ ഉപയോഗമല്ല, പകരം ഒരു വസ്തുവിനെ വില കൊടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ കൺസംഷൻ അല്ലെങ്കിൽ ഉപഭോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീ ഫുഡ് ആയിട്ടുള്ള വാട്ടർ, ഈ വെള്ളം നമ്മൾ യൂസ്ഫുൾ ആണ്, വളരെയധികം ഉപയോഗക്ഷമതയുള്ളതാണ്. അത് എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അതിന് ഉപയോഗം അല്ലെങ്കിൽ യൂസ് എന്നാണ് പറയുന്നത്, യൂസ്ഫുൾനെസ് എന്നാണ് പറയുക. പക്ഷെ അത് വില കൊടുത്ത് വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും ഈ ടേംഡ് ആസ് എ കൺസംഷൻ, ഇതിന് നമ്മൾ ഉപഭോഗം എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ദ യൂസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു സാറ്റിസ്ഫൈ ദ വാണ്ട്സ്. മനുഷ്യരുടെ ആവശ്യങ്ങളെ സംതൃപ്തപ്പെടുത്താനുള്ള ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ ഉപയോഗത്തെയാണ് നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നത്. ഇൻ ഇക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തില് കൺസംഷൻ ഈസ് ടിപ്പിക്കലി ഡിഫൈൻഡ് ആസ് ഫൈനൽ പർച്ചേസ് ബൈ ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ആർ നോട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സം സോർട്ട്. ഇക്കണോമിക്സിൽ സാധാരണഗതിയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ആസ് ഫൈനൽ പർച്ചേസ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ഫൈനൽ പർച്ചേസ് ആണ്. ഫൈനൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അന്തിമ ഉപഭോഗം. ഇപ്പോ ഭക്ഷണ സാധനം ഒരു കൺസ്യൂമർ വാങ്ങുന്നത് ഫൈനൽ പർച്ചേസ് ആണ്, ഫൈനൽ കൺസംഷൻ ആണ്. കാരണം അത് വാങ്ങിയിട്ട് നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അരി ഒരു ഹോട്ടലുകാരൻ വാങ്ങുമ്പോഴേക്കും അത് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ്. അയാൾ അതുകൊണ്ട് ചോറുണ്ടാക്കി ആ ചോറ് ഒരു കൺസ്യൂമർ വാങ്ങി കഴിക്കുമ്പോഴേക്കും അത് ഫൈനൽ കൺസംഷൻ ആണ്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അപ്പോ മിക്കവാറും ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും അന്തിമമായിട്ടുള്ള, വ്യക്തിയുടെ അന്തിമമല്ല ഉദ്ദേശിക്കുന്നത്, വ്യക്തി ആ പ്രോഡക്റ്റ് ആ ഫോം ഏറ്റവും ഫൈനലായിട്ട് ആ ഫോം വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നേരിട്ട് വാങ്ങിയിട്ട് കൺസ്യൂമർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമല്ല. അതേസമയം ഒരു ഹോട്ടലിലെ വ്യക്തി അരി വാങ്ങിയിട്ട്, അവിടെ അരി എന്ന് പറയുന്ന അയാളുടെ ഇൻവെന്ററിയാണ്. അതുകൊണ്ട് ചോറുണ്ടാക്കി ആ ചോറ് ഒരു കൺസ്യൂമർ വാങ്ങി കഴിക്കുമ്പോൾ ആ ചോറ് ഫൈനൽ പ്രോഡക്റ്റ് ആണ്. അതേസമയം അരി എന്നുള്ളത് ഇൻവെന്ററിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമല്ല എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, വെൻ യു ബൈ ഫുഡ്, ക്ലോത്ത്സ്, എയറോപ്ലെയിൻ ടിക്കറ്റ്സ്, എ കാർ, എറ്റ്സെട്ര, ദാറ്റ് ഈസ് കൺസംഷൻ. അതായത് നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നു, വസ്ത്രം വാങ്ങുന്നു, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു, ഒരു കാർ വാങ്ങുന്നു, ഇതെല്ലാം നമ്മൾ കൺസംഷൻ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ദോ കൺസംഷൻ, ദ കൺസ്യൂമർ ഡിസ്ട്രോയ്സ് ദ യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി. ഇവിടെ കൺസംഷൻ നടക്കുമ്പോഴേക്കും ഇത് പറയാറുണ്ട്, കൺസംഷൻ എന്നുള്ളത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ യൂട്ടിലിറ്റി എന്ന് പറയും. അതായത് ഒരു വസ്തുവിന് നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തെ നിറവേറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കലാണ് കൺസംഷൻ, ആലങ്കാരികമായിട്ട് പറയാം. അതായത് കുറച്ച് പീസ് ഓഫ് ലോഫ് ഓഫ് ബ്രെഡ്, ഒരു ബ്രെഡ്
നമ്മുടെ മുന്നിലുണ്ട്. ഒരു മനുഷ്യന്റെ വിശപ്പ് അടക്കുവാനായിട്ടുള്ള, വിശപ്പ് എന്നുള്ള ആവശ്യത്തെ സംതൃപ്തപ്പെടുത്താനുള്ള കഴിവ് ആ ബ്രെഡിനുണ്ട്. പക്ഷെ ഒരു വ്യക്തി ആ ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാൽ അതോടെ ആ ബ്രെഡിന്റെ ഒരു മനുഷ്യന്റെ വിശപ്പടക്കാനുള്ള, ആ സംതൃപ്തപ്പെടുത്താനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. ബിക്കോസ് എ പേഴ്സൺ ഹാവ് ഓൾറെഡി ഹാഡ് ഇറ്റ്, അത് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അതിന് യൂട്ടിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദോ കൺസംഷൻ ദ കൺസ്യൂമർ ഡിസ്ട്രോയ് ദ യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി. ഒരു കൺസ്യൂമർ കൺസംഷനിലൂടെ ഒരു വസ്തുവിന്റെ യൂട്ടിലിറ്റിയെ നശിപ്പിക്കുകയാണ്. ദിസ് യൂട്ടിലിറ്റി വാസ് ക്രിയേറ്റഡ് ബൈ ദ പ്രൊഡ്യൂസർ ത്രൂ പ്രൊഡക്ഷൻ. ഈ വസ്തുവിനുണ്ടായിരുന്ന യൂട്ടിലിറ്റി, ഉപയുക്തത പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ഒരാൾ ഉണ്ടാക്കിയെടുത്താണ്, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കിയെടുത്താണ്. ഇഫ് someone buys a house to live in, ആരെങ്കിലും താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങും, that should be defined as consumption. അതിനെ നമുക്ക് കൺസംഷൻ ആയിട്ട് പറയാം. കാരണം ഒരു വീട് ഒരാൾ വാങ്ങി നേരിട്ട് ഉപയോഗിക്കാം. അതേസമയം അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുമ്പോഴേക്കും അത് ക്യാപിറ്റൽ ഗുഡായിട്ട് മാറി. അത് കൺസംഷൻ അല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇഫ് they buy a house to rent out it to someone else, that should be defined as an investment. അതാണ് ഞാൻ പറഞ്ഞത്. അതേസമയം വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കൺസംഷൻ. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. സിമിലർലി ഇഫ് ദേ ബൈ എ കാർ ടു ഡ്രൈവ്, നമുക്ക് സ്വന്തം ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർ വാങ്ങുമ്പോഴേക്കും ദാറ്റ് ഇസ് കൺസംഷൻ. അതൊരു കൺസംഷൻ ആണ്. If you buy a car to use as a taxi for a business, നിങ്ങളൊരു ടാക്സി ആയിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ഈ കാർ വാങ്ങുന്നതെങ്കിൽ that could be constructed as an investment. അതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഒരു കാർ നമ്മൾ വാങ്ങുന്നത്, ഒരു ടാക്സി ഡ്രൈവർ വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ വാങ്ങുമ്പോൾ കൺസംഷൻ ആണ്. If it is meant for taxi service, then it should be considered as investment. In short, the reason for the purchase determines whether something is viewed as on investment or as a consumption. അതായത് ഒരു വസ്തു, ഒരു സാധനം എന്തിനു വേണ്ടി വാങ്ങുന്നു എന്നുള്ളതാണ് അത് കൺസംഷൻ ആണോ അഥവാ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകം. അപ്പൊ അതിന്റെ ഏത് ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന അർത്ഥം. Then definitions of economics. ഇക്കണോമിക്സിനെ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. The definition of economics can be classified into 4 categories. പ്രധാനമായിട്ടും ഇക്കണോമിക്സിന്റെ ഡെഫിനിഷൻ, നിർവചനം 4 കാറ്റഗറി ആയിട്ടാണ്, 4 തരത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് വെൽത്ത് ഡെഫിനിഷൻ, സമ്പത്തിന്റെ ഡെഫിനിഷൻ. വെൽത്ത് സ്മിത്ത്, അങ്ങനെ നിങ്ങളൊന്ന് അസോസിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ആ പേര് മറന്നുപോലെ, ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഡെഫിനിഷന്റെ പ്രധാന വ്യക്തി. പിന്നെ JBC. അപ്പോൾ വെൽത്ത് സ്മിത്ത് എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കാനായിട്ട് എളുപ്പമാണ്. ഇനി വെൽത്ത് ഡെഫിനിഷൻ നോക്കുക. ഓൾമോസ്റ്റ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഫോളോഡ് വെൽത്ത് ഡെഫിനിഷൻ. മിക്കവാറും എല്ലാ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളും, ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 1929 മുൻപ് ഇക്കണോമിക്സ് പ്രാക്ടീസ് ചെയ്തിരുന്ന എല്ലാ ഇക്കണോമിസ്റ്റുകളെയും നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ എന്ന് പറയും. ഏതാണ്ട് നിയോ ക്ലാസിക്കൽ പീരീഡ്, അതല്ലെങ്കിൽ കെയ്നീഷ്യൻ പീരീഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ക്ലാസിസത്തെ മുഴുവൻ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി കാണാൻ തുടങ്ങിയത്. അപ്പൊ ആ കാലഘട്ടം വരെയുള്ള അതിൽ പ്രധാനിയായിരുന്നു ആഡം സ്മിത്ത്. അപ്പോൾ വെൽത്ത് സ്മിത്ത് എന്ന് മനസ്സിലാക്കുക. ഇനി മിക്കവാറും എല്ലാ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളും ഈ വെൽത്ത് ഡെഫിനിഷനെ പിന്തുടരുന്നവരാണ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് JB Say, ജീൻ ബാപ്റ്റിസ്റ്റ് സേ ആൻഡ് ആഡം സ്മിത്ത്. പ്രധാനമായിട്ടും ഈ വെൽത്ത് ഡെഫിനിഷൻ പരിഗണിച്ചിരുന്നവർ അല്ലെങ്കിൽ ഫോളോ ചെയ്തിരുന്ന ആളുകൾ ഒന്ന് JB Say ആണ്, ജീൻ ബാപ്റ്റിസ്റ്റ് സേ, മറ്റൊന്ന് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് വാസ് കോൾഡ് ഫാദർ ഓഫ് ഇക്കണോമിക്സ്. ആഡം സ്മിത്തിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ്. The name of book written by Adam Smith is An Enquiry into the Nature and Causes of Wealth of Nations. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരാണ്, It should be borne in mind, An Enquiry into the Nature and Causes of Wealth of Nation in 1776. 1776 ആഡം സ്മിത്ത് ഈ പുസ്തകം എഴുതുന്നത്. ആഡം സ്മിത്ത് ഡീലിങ്ക്ഡ് ദ ഇക്കണോമിക്സ് ഫ്രം പൊളിറ്റിക്കൽ ഇക്കോണമി. സ്മിത്തിന് മുൻപ് ഇക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ പൊളിറ്റിക്കൽ ഇക്കോണമിയെ ഡീലിങ്ക് ചെയ്ത് വേർതിരിച്ചെടുത്തത് ആഡം സ്മിത്ത് ആണ്. ആൻഡ് ഹി എക്സ്പ്ലെയിൻഡ്
it in a scientific manner. കുറേയൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ഇദ്ദേഹം അതിനെ വിശദീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു JB Say, economics is the study of science of wealth. JB Sayയുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, economics is the science which deals with the wealth. ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് സമ്പത്തിനെ വിശകലനം ചെയ്യുന്ന, അല്ലെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രമാണെന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു ദ എബോവ് ഡെഫിനിഷൻസ്, ഈ മുകളിൽ പറഞ്ഞ രണ്ട് ഡെഫിനിഷനും പൊതുവായി കൊണ്ടുപോകുന്ന ചില കാര്യമുണ്ട്. ഇക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് ഹൗ ദ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ്, കൺസ്യൂംഡ്, എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ രണ്ട് മുകളിൽ പറഞ്ഞ നിർവചനങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇക്കണോമിക്സ് വിശദീകരിക്കുന്നത് ഹൗ ദ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് സമ്പത്ത് നിർമ്മിക്കപ്പെടുന്നത്, ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് ഉപഭോഗം ചെയ്യുന്നത്, എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്, കൂടാതെ എങ്ങനെയാണ് അത് വിതരണം ചെയ്യപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളെയാണ് വിശദീകരിക്കുന്നത്. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, മാൻ ഈസ് ആൻ ഇക്കണോമിക് മാൻ. ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യനൊരു സാമ്പത്തിക ജീവിയാണ്. ഇക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് വെൽത്ത് ഓൺലി. സമ്പത്തിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇക്കണോമിക്സ് ആഡം സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം. ദിസ് ഡെഫിനിഷൻ ഡീൽസ് വിത്ത് ദ causes behind the creation of wealth. സമ്പത്ത് നിർമ്മിക്കപ്പെടുന്നതിന്റെ പിന്നിലെ കാരണങ്ങളെ കുറിച്ചാണ് ഈ സിദ്ധാന്തം വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്. ഇറ്റ് ഓൺലി കൺസിഡേഴ്സ് മെറ്റീരിയൽ വെൽത്ത്. ഇവിടെ ഭൗതികമായിട്ടുള്ള സമ്പത്ത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിന്റെ ക്രിറ്റിസിസം, അതിന് വിമർശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്: ദിസ് ഡെഫിനിഷൻ വാസ് ക്രിറ്റിസൈസ്ഡ് ബൈ സോ മെനി ഫിലോസഫേഴ്സ്. ദേ ആർ കാർലൈൽ, റസ്കിൻ, വോൾഡേഴ്സ് ആൻഡ് ഡിക്കൻസ് ആൻഡ് അതേഴ്സ്. കാർലൈൽ, റസ്കിൻ, വോൾഡേഴ്സ് ആൻഡ് ഡിക്കൻസ് മുതലായ പലരും, പല തത്വചിന്തകരും ഈ ഡെഫിനിഷനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ക്രിറ്റിക്സ്, ഇക്കണോമിക്സ് ഈസ് എ ഡെസിമൽ സയൻസ്. ഒരു ദശാംശ ശാസ്ത്രം, അതായത് എവിടെയും എത്താത്ത, പരിപൂർണതയില്ലാത്ത ഒരു സയൻസ്, ഒരു ശാസ്ത്രമെന്ന് ചില ക്രിട്ടിക്കുകൾ വിശദീകരിച്ചു. ഗോസ്പൽ ഓഫ് മാമൺ, അതായത് മാമോന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ശരിയായ രീതി, അധാർമികമായ മാർഗത്തിലൂടെ നേടിയ സമ്പത്തിന്റെ സുവിശേഷം എന്ന രീതിയിൽ അതിനെ വിമർശിച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ആൻഡ് ബട്ടർ സയൻസ്, ഇറ്റ് ഈസ് മിയർലി ബ്രെഡ് ആൻഡ് ബട്ടർ സയൻസ് എന്ന രീതിയിൽ, അതായത് ഇത് ജസ്റ്റ് ഉപജീവനത്തിനുള്ള ഒരു സയൻസ് എന്ന രീതിയിൽ, അതിനേക്കാൾ വലിയ ആശയമൊന്നുമില്ല എന്നുള്ള രീതിയിലും അതിന് വിമർശിച്ചിട്ടുണ്ട്. കൂടാതെ അൺകംപ്ലീറ്റഡ് സയൻസ്, പരിപൂർണമല്ലാത്ത, പൂർണ്ണമല്ലാത്ത ശാസ്ത്രം എന്നിങ്ങനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. വെൽത്ത് ഈസ് ഓഫ് നോ യൂസ് അൺലെസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയുന്നില്ല എങ്കിൽ, സംതൃപ്തപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ സമ്പത്തിന് യാതൊരു ഉപയോഗവുമില്ല എന്ന് പറയും. ദിസ് ഡെഫിനിഷൻ ഈസ് നോട്ട് ഓഫ് മച്ച് ഇമ്പോർട്ടൻസ് ടു മാൻ ആൻഡ് ഹിസ് വെൽഫെയർ. ഈ ഡെഫിനിഷൻ, ഈ നിർവചനം മനുഷ്യനെയോ അവന്റെ ക്ഷേമത്തിനോ അല്ല പ്രാധാന്യം കൊടുക്കുന്നു, സമ്പത്തിനാണ്. യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റിയിലെ പ്രാധാന്യം കൊടുക്കേണ്ടത് ടു ദ മാൻ ആൻഡ് ഹിസ് വെൽഫെയർ, മനുഷ്യനും അവന്റെ ക്ഷേമത്തിനും വേണ്ടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നർത്ഥം. ദെൻ വെൽഫെയർ ഡെഫിനിഷൻ. ദിസ് ഡെഫിനിഷൻ വാസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. ഈ നിർവചനം കൊണ്ടുവരുന്ന ആൽഫ്രഡ് മാർഷലാണ്. ഹി വാസ് ദ ഫോളോവർ ഓഫ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ ഒരു പിൻഗാമിയായിരുന്നു ഇദ്ദേഹം. ഹി റോട്ട് എ ഫേമസ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ഇൻ 1870. 1870 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ള പേരിൽ. ഇദ്ദേഹം ആഡം സ്മിത്തിന്റെ ഒരു പിന്തുടർച്ചക്കാരനാണ്. ഈ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇക്കണോമിക്സ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ. ഇത് പരിശോധിക്കുന്നത് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ, വ്യക്തികളുടെയും സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും ദാറ്റ് പാർട്ട്, ആ ഭാഗമാണ്. ഏതാണ്? വിച്ച് ഈസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് അറ്റൈൻമെന്റ് ആൻഡ് വിത്ത് ദ യൂസ് ഓഫ് മെറ്റീരിയൽ റിക്വസ്റ്റീസ് ഓഫ് വെൽബീയിങ്. മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ മെറ്റീരിയൽ റിക്വസ്റ്റീസ്, ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്
സമൂഹവും വ്യക്തിയിലും ഏറ്റവും അടുപ്പത്തിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ബന്ധിതമായിരിക്കുന്ന ആ പ്രവർത്തനങ്ങളെ പരിശോധിക്കലാണ് ഇവിടെ ഇക്കണോമിക്സിന്റെ പരമമായുള്ള ധർമ്മം എന്ന് പറയും. It examines that part of individual and social action. സോഷ്യൽ ആക്ഷൻ ആണ് എക്സാമിൻ ചെയ്യുന്നത്, വിച്ച് ഈസ് മോസ്റ്റ്ലി കണക്റ്റഡ്. ഏറ്റവും കൂടുതലായിട്ട് ഇത് ആരുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ആരുമായിട്ടാണ്? ടു ദ അറ്റൈൻമെന്റ് ആൻഡ് വിത്ത് ദ യൂസ് ഓഫ് മെറ്റീരിയൽ റിക്വസ്റ്റീസ് ഓഫ് വെൽ ബീയിങ്. സാമൂഹ്യം, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആവശ്യകതയെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും ബന്ധിതമായിരിക്കുന്ന, ഏറ്റവും അടുപ്പത്തിൽ ബന്ധിതമായിരിക്കുന്ന ആ സാമൂഹ്യവും വ്യക്തികളുടെയും ആ ബന്ധത്തെക്കുറിച്ചും ആ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇത് എക്സാമിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. According to Alfred Marshall's definition, economics is one-side study of wealth. ആൽഫ്രഡ് മാർഷലിന്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക്സ് ഒരു ഭാഗത്ത് വെൽത്തിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ അല്ലെങ്കിൽ വിശദീകരിക്കുമ്പോൾ, ഓൺ ദ അതർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് സൈഡ് ഈസ് ദ സ്റ്റഡി ഓഫ് എ പാർട്ട് ഓഫ് മാൻ. മറുഭാഗത്ത് അതിനേക്കാൾ കുറച്ച് പ്രാധാന്യത്തോടുകൂടി മനുഷ്യനെയോ അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് ദ മാൻ, മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ചുമാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പറയുന്നതെന്ന് അർത്ഥം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടതാണ്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഇക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. അതിൽ പ്രധാനമായിട്ടും ഇറ്റ് ഷുഡ് ബി ബോൺ ഇൻ മൈൻഡ് ദാറ്റ് അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഇക്കണോമിക്സ് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. According to definition, goods are classified into two types or categories. സാധനങ്ങളെ രണ്ട് തരത്തിലാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്: മെറ്റീരിയൽ ഗുഡ്സ്, ഇമ്മെറ്റീരിയൽ ഗുഡ്സ്. ഭൗതിക വസ്തുക്കളും ഭൗതികമല്ലാത്ത വസ്തുക്കളും. According to Alfred Marshall, economics is a normal science. ആൽഫ്രഡ് മാർഷലിന്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക്സ് ഒരു നോർമൽ സയൻസ് ആണ്. The top priority is given to man, welfare of man. Secondary priority is given to wealth. ആദ്യത്തെ പരിഗണന പോകുന്നത് മനുഷ്യനും അവന്റെ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി മാത്രമാണ് വെൽത്തിന്, സമ്പത്തിന് ഇവിടെ കൊടുക്കുന്നത്. മാർഷൽ എൻഹാൻസ്ഡ് ദ സ്റ്റാറ്റസ് ഓഫ് മാൻ ഫ്രം ഇക്കണോമിക് മാൻ ടു സോഷ്യൽ മാൻ. ഒരു സാമ്പത്തിക ജീവിയിൽ നിന്നും ഒരു സാമൂഹ്യ ജീവി എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് മനുഷ്യനെ ഉയർത്തുകയാണ് മാർഷൽ ചെയ്തത്. ഇക്കണോമിക്സ് റിലേറ്റഡ് ഓൺലി സം മെറ്റീരിയൽ ഗുഡ്സ് വിച്ച് പ്രൊമോട്ട് ദ ഹ്യൂമൻ വെൽഫെയർ. ഇക്കണോമിക്സ് മനുഷ്യന്റെ വെൽഫെയറിന്, ക്ഷേമത്തെ ഉയർത്തുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ഗുഡ്സിനെ കുറിച്ച് മാത്രമാണ് ഇക്കണോമിക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് എന്നൊരാശയം കൂടി ഇതിൽ അവതരിപ്പിക്കുന്നു. ഇനി ക്രിറ്റിസം, ഇതിനെക്കുറിച്ചുള്ള ക്രിറ്റിസം പറയുന്നതാണ്. ദ ഡെഫിനിഷൻ വാസ് ക്രിറ്റിസൈസ്ഡ് ബൈ ലയണൽ റോബിൻസ് ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. താഴെ പറയുന്ന അടിസ്ഥാനങ്ങളിലാണ് ലയണൽ റോബിൻസ് ആൽഫ്രഡ് മാർഷലിന്റെ ഈ വെൽഫെയർ ഡെഫിനിഷൻ ക്രിറ്റിസൈസ് ചെയ്യുന്നു. ഒന്ന്, അക്കോർഡിംഗ് ടു റോബിൻസ്, വെൽഫെയർ ഡെഫിനിഷൻ ഈസ് ഇൻകംപ്ലീറ്റ് ഡെഫിനിഷൻ. ലയണൽ റോബിൻസിന്റെ അഭിപ്രായത്തിൽ വെൽഫെയർ ഡെഫിനിഷൻ എന്നുള്ളത് ഒരു അപൂർണമായിട്ടുള്ള നിർവചനമാണ്. അക്കോർഡിംഗ് ടു റോബിൻസ്, ഇക്കണോമിക്സ് മസ്റ്റ് ബി ന്യൂട്രൽ ബിറ്റ്വീൻ എൻഡ്സ്. റോബിൻസിന്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക്സ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ്, ആവശ്യങ്ങളെ കുറിച്ച് ഒരു ന്യൂട്രൽ സമീപനമാണ് എടുക്കേണ്ടത്. Then Marshall neglected some material goods which do not promote human welfare. മനുഷ്യന്റെ ക്ഷേമത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പല സാധനങ്ങളെയും ആ മെറ്റീരിയൽ ഗുഡ്സിനെ, ഭൗതിക വസ്തുക്കളെയും മാർഷല് തള്ളിക്കളയാണ് ചെയ്യുന്നത്. ബട്ട് ദീസ് ഗുഡ്സ് ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ്. പക്ഷേ ഈ സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. സോ ദേ ഓൾസോ കം അണ്ടർ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇക്കണോമിക്സ്. അതുകൊണ്ട് ഇവ ഉൽപ്പാദിപ്പിക്കുകയും ഉപഭോഗം ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ വസ്തുക്കളെയും നമ്മൾ ഇക്കണോമിക്സിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, സിഗരറ്റ് ആൻഡ് ആൽക്കഹോളിക് പ്രോഡക്ട്സ്. സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത സാധനങ്ങളാണെന്ന് നമുക്കറിയാം സിഗരറ്റും ആൽക്കഹോളിക് പ്രോഡക്റ്റും. എന്നിട്ടും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരു സാമ്പത്തിക വാല്യൂ ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. സാമ്പത്തിക വസ്തു, ഇക്കണോമിക് ഗുഡ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ആൽഫ്രഡ് മാർഷലിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ ക്ഷേമത്തിന് വിഘാതമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടാത്ത ഒരു വസ്തുക്കളും ഇക്കണോമിക്സ് മാറ്റർ അല്ല എന്ന് പറയും. Then scarcity definition, Robbins definition. ലയണൽ റോബിൻസിന്റെ ഡെഫിനിഷൻ ആണ് സ്കേഴ്സിറ്റി, ദൗർലഭ്യതാ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. This definition was given by Lionel Robbins. He wrote a famous book, an essay on the nature and significance of economic science.
ലയണൽ റോബിൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. 1932 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹത്തിന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പറയുന്നത്. ഡെഫിനിഷൻ ഇതാണ്: ഇക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. മനുഷ്യന്റെ ആവശ്യങ്ങളെയും ഏകാന്തര പ്രയോജനങ്ങളുള്ള വിഭവങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാനവരാശിയെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന സയൻസിനെയാണ്, ശാസ്ത്രത്തെയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ, വാണ്ട്സ്, ആൻഡ് സ്കേഴ്സ് മീൻസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ്. സ്കേഴ്സ് മീൻസ് ദൗർലഭ്യമുള്ള വിഭവങ്ങൾ. അപ്പൊ ദൗർലഭ്യമുള്ള വിഭവങ്ങളും മനുഷ്യന്റെ എണ്ണമറ്റ ആവശ്യങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് ലയണൽ റോബിൻസ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സ്കേഴ്സ് ഡെഫിനിഷൻ. ഇതിലെ പ്രധാന പോയിന്റുകൾ ഓർത്തിരിക്കേണ്ട ഇതാണ് ഇതിന്റെ അബൌട്ട് ഡെഫിനിഷൻ. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്, അനന്തമാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. ബട്ട് റിസോഴ്സ് ആർ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. വിഭവങ്ങൾ പരിമിതമാണ്. ഓൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. ഈ പരിമിതമായ വിഭവങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏകാന്തര പ്രയോജനങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. ഏകാന്തര പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, ഒന്നിൽ കൂടുതൽ പ്രയോജനങ്ങളുള്ള. ഫോർ എക്സാമ്പിൾ, ഒരു 100 രൂപ നോട്ട് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. We can purchase food, some sort of clothes, some pencils, pens, notebooks, like etc. So on. So we can say this note has alternative uses. പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിനെയാണ് ഓൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറയാം. ഒരു യൂസ് അല്ല, ഒന്നിൽ കൂടുതൽ ഏകാന്തര പ്രയോജനം, ഒന്നിൽ കൂടുതൽ പ്രയോജനങ്ങളുള്ള സംഭവമാണ് ഈ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് റിസോഴ്സ് ഒരു പ്രത്യേക സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പകരം പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ദാറ്റ് ഈസ് അപ് ടു അവർ ചോയ്സ്. ദെൻ പ്രോബ്ലം ഓഫ് ചോയ്സ്. പിന്നെ ഇവിടെ വരുന്നത് ഒരു ചോയ്സ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ റിസോഴ്സ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ളതാണ്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നു. അതിൽ എന്താണ് വേണ്ടതെന്ന് അത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇനി ഈ സിദ്ധാന്തത്തിന്റെ മെറിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ ഇക്കണോമിക്സ് ഈസ് ആൻ അനലിറ്റിക്കൽ സയൻസ്. ഒരു വിശകലനാത്മകമായ ഒരു ശാസ്ത്രമാണ് ലയണൽ റോബിൻസിന്റെ ഈ സിദ്ധാന്തം. ഇക്കണോമിക് ടേൺ ഇൻടു യൂണിവേഴ്സൽ സയൻസ്. ഇക്കണോമിക്സിനെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള, ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് ഉയർത്തുന്നു. അതായത് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് ഇത് കൊണ്ടുവരും. അക്കോർഡിംഗ് ടു റോബിൻസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് സയൻസ്. റോബിൻസിന്റെ അഭിപ്രായത്തിൽ ഇതൊരു പോസിറ്റീവ് സയൻസ് ആണ്. നമുക്ക് 2 തരം സയൻസ് ആണ് പറയുക, പോസിറ്റീവ് സയൻസ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. ഇതിനെ പിന്നീട് നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കും. ദെൻ ന്യൂട്രൽ ബിറ്റ്വീൻ എൻഡ്സ്. ആവശ്യങ്ങളെ കുറിച്ച് ന്യൂട്രൽ സമീപനമാണ് സ്വീകരിക്കുന്നത് എൻഡ്സിനെ കുറിച്ച്. ദെൻ അതിന്റെ ക്രിറ്റിസിസം പറയുന്നു. ദിസ് ഡെഫിനിഷൻ വാസ് ഓൾസോ ക്രിറ്റിസൈസ്ഡ് ബൈ സോ മെനി ഇക്കണോമിസ്റ്റ് ഓൺ ദ ഫോളോയിങ് ടേംസ്. ഈ സിദ്ധാന്തത്തെയും പല ഗ്രൗണ്ടുകളിൽ വിമർശകർ വിമർശിച്ചിട്ടുണ്ട്. അതിൽ ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ സയൻസ്. അതിൽ പറയുന്നു ഇതൊരു സാർവലൗകികമായിട്ടുള്ള, എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ശാസ്ത്രമല്ല എന്ന് പറയുന്നു. നോട്ട് അപ്ലിക്കബിൾ ടു ഡെവലപ്ഡ് കൺട്രീസ്. വികസിത രാജ്യങ്ങളിൽ, കാരണം അവിടെ സ്കേഴ്സ് റിസോഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല എന്നൊക്കെയാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് ഇത് പ്രായോഗികമല്ല എന്ന് പറയുന്നു. നോട്ട് അപ്ലിക്കബിൾ ടു കമ്മ്യൂണിസ്റ്റ് ഓർ ഡിക്റ്റേറ്റർഷിപ്പ് കൺട്രീസ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യങ്ങളിലും ഇത് പ്രായോഗികമല്ല എന്ന് പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്ത് ഇത് പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ആൻ ഓൾഡ് വൈൻ ഇൻ എ ന്യൂ ബോട്ടിൽ. പഴയ വൈൻ പുതിയ കുപ്പിയിലാക്കിയതുപോലെ, അതായത് പുതുതായിട്ട് ഒന്നും പറയാത്ത പഴയ ഒരു സാധനം പുതിയൊരു ലേബലിൽ അവതരിപ്പിച്ചു എന്നൊരു വിമർശനവും വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നെഗ്ലക്റ്റഡ് ദ ഡൈനാമിക് കൺസെപ്റ്റ്. ഇക്കോണമിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന ചലനാത്മകമായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ ഇത് പരിശോധിക്കാതെ പോകുന്നു, വിട്ടുകളയുന്നു എന്നും ക്രിട്ടിസൈസ് ചെയ്യും.
ഇനിയുള്ള ഗ്രോത്ത് ഡെഫിനിഷൻ ആണ്. This definition was given by J.M. Keynes and P.S. Samuelson in the book written by Samuelson. Samuelson എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ജെയിം കെയ്ൻസും പോൾ എ സാമുവൽസണും കൂടി ഈ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. അവിടെ പറയുന്ന ഇക്കണോമിക്സ് ആൻഡ് ഇൻട്രോഡക്ടറി അനാലിസിസ് 1948 ആൻ ഇക്കണോമിക്സ് ആൻഡ് ഇൻട്രോഡക്ടറി അനാലിസിസ് എന്നായിരുന്നു ഈ പുസ്തകത്തിന്റെ പേര്. ഇൻ ദിസ് ബുക്ക് ഹി ഗേവ് എ ന്യൂ ഡെഫിനിഷൻ ടു ഇക്കണോമിക്സ്. ഇക്കണോമിക്സിന് ഒരു ഗ്രോത്ത് ഡെഫിനിഷൻ ഇവര് നൽകുന്നു. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസസ് വിത്ത് ഓർ വിതൗട്ട് യൂസ് ഓഫ് മണി ടു എംപ്ലോയ് ദ സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ദാറ്റ് വുഡ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് ടു പ്രൊഡ്യൂസ് various commodities over time for distributing them for consumption now or in future among the various persons and groups in the society. ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ ഡെഫിനിഷനെയും കൂടി ഏകദേശം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒന്ന് മെർജ് ചെയ്തെടുത്തൊരു സിദ്ധാന്തമാണെന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ പറയുന്ന ഇക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിതൗട്ട് യൂസ് ഓഫ് മണി. പണത്തിന്റെ ഉപയോഗത്തോടു കൂടിയോ അല്ലെങ്കിൽ ഉപയോഗമില്ലാതെയും. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒരു സമയത്ത് പണം നിരോധിച്ചാണ്, അതുകൊണ്ടാണ് പണം ഇല്ലാതെയും പണത്തിന്റെ ഉപയോഗത്തോടു കൂടിയും. ഹൗ മെൻ ആൻഡ് സൊസൈറ്റി, മനുഷ്യനും സമൂഹവും എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? വിത്തൗട്ട് യൂസ് ഓർ വിത്തൗട്ട് യൂസ് ഓഫ് മണി ടു എംപ്ലോയ് ദ സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. ഇവിടെയുള്ള ഉൽപാദനക്ഷമവും ദൗർലഭ്യവുമായിട്ടുള്ള വിഭവങ്ങൾ that would have alternate uses. അവയ്ക്ക് എന്തുണ്ട്? ഏകാന്തര പ്രയോജനങ്ങളുണ്ട്. ഒന്നിൽ കൂടുതൽ ഉപയോഗക്ഷമതയുള്ളവയാണ്. എന്തിനു വേണ്ടി? ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ്, വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. ഓവർ ടൈം, ഒരു പ്രത്യേക സമയത്ത്. ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദം ഫോർ കൺസംഷൻ, എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഉപഭോഗത്തിന് വേണ്ടിയിട്ട്. എപ്പോ? നൗ ഓർ ഇൻ ഫ്യൂച്ചർ, ഇപ്പോ കറണ്ട് കൺസംഷൻ ആകാം, അല്ലെങ്കിൽ ഭാവിയിലെ കൺസംഷൻ ആകാം. among the various person and groups in the society. ഒരു സമൂഹത്തിലുള്ള വ്യത്യസ്ത വ്യക്തികൾക്കും അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കും ഇപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലോ കൺസംഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ നിലവിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെയുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നു? ഏകാന്തര പ്രയോജനമുള്ള, ഒന്നിൽ കൂടുതൽ ഉപയോഗമുള്ള ഈ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്കെയിൽസുമായിട്ടുള്ള ഈ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതും ഇവിടുത്തെ ജനങ്ങള് പണത്തിന്റെ ഉപയോഗത്തോടുകൂടിയോ പണത്തിന്റെ ഉപയോഗം ഇല്ലാതെയും ഇന്നോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഈ സൊസൈറ്റിയിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഈ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. It analyzes the cost and benefits of improving pattern of resource use allocation. P.S. Samuelson പറയുന്നത്, പോൾ എ സാമുവൽസൺ പറയുന്നതാണ്, ഇറ്റ് അനലൈസ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇംപ്രൂവിംഗ് പാറ്റേൺ ഓഫ് റിസോഴ്സ്. നമുക്ക് ലഭ്യമായുള്ള വിഭവങ്ങളുടെ പാറ്റേൺ, ആ ഒരു ഘടന, അതിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് അനാലിസിസ് കൂടി ഇവിടെ വരുന്നുണ്ട് എന്ന് പറയും. മെയിൻ പോയിന്റ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്, ലൈക്ക് ദ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഇറ്റ് ഓൾസോ ആക്സെപ്റ്റ് ദ അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഏകാന്തര പ്രയോജനങ്ങളുള്ള, അതായത് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുള്ള ഈ വിഭവങ്ങൾ പരിമിതമാണെന്നും മനുഷ്യന്റെ ആവശ്യങ്ങൾ എണ്ണമറ്റതാണെന്നും സ്കേഴ്സിറ്റി ഡെഫിനിഷനെ പോലെ തന്നെ ഇത് അംഗീകരിക്കുന്നുണ്ട്. According to Samuelson, the problem of scarcity of resource not only confined to present but also to the future. സാമുവൽസന്റെ അഭിപ്രായത്തിൽ ഈ റിസോഴ്സിന്റെ സ്കേഴ്സിറ്റി, വിഭവങ്ങളുടെ പരിമിതി എന്നുള്ളത് ഈ പ്രസന്റ് കണ്ടീഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ഭാവിയിൽ ഉണ്ടാകുന്നതാണ്. ഇറ്റ് മീൻസ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ടൈം എലമെന്റ്. ഇവിടെ ഒരു സമയത്തിന്റെ എലമെന്റ് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മാത്രമല്ല, ഭാവിയിലേക്കും വരുന്നതാണ് എന്നുള്ള തരത്തിൽ. He also adopted a dynamic approach to the study of economics, considering economic growth. Economic growth, സാമ്പത്തിക വളർച്ച എന്നുള്ള ആശയം അവതരിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ ഒരു ഡൈനാമിക് അപ്രോച്ച്, ഒരു ചലനാത്മകമായുള്ള സമീപനം അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നു. ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇക്കണോമിക്സ്, ഇക്കണോമിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് ഇത് ഗ്രോത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ദിസ് ഡെഫിനിഷൻ ഇൻക്ലൂഡ്സ് മാർഷൽസ് വെൽഫെയർ ഡെഫിനിഷൻ ആൻഡ് റോബിൻസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ സിദ്ധാന്തത്തിലെ ഗ്രോത്ത് ഡെഫിനിഷനിലെ മാർഷലിന്റെ സിദ്ധാന്തവും അതേപോലെ റോബിൻസിന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷനും ഒരുമിച്ച് ചേരുന്നുണ്ട്.
ഓക്കെ സ്റ്റുഡൻസ്, ഏതാണ്ട് ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത്. ഒരു ഏതാണ്ട് അടിസ്ഥാനപരമായിട്ട് ഇക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഡെഫിനിഷനും അതിൻ്റെ ക്രിറ്റിസിസവും അതേപോലെ തന്നെ അതിൽ ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.